എന്താ അല്ലേ, കോൺഗ്രസ് പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും മനോഹരമായി ഞങ്ങൾ ജയിക്കുമെന്ന്. ഇന്ന് കരഞ്ഞുകൊണ്ട് എം.വി. ഗോവിന്ദൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നു മനുഷ്യന്മാര്. തൃക്കരിപ്പൂർ എന്ന ഒരു മണ്ഡലം, അതായത് ആ ഒരു മണ്ഡലം രൂപീകരിച്ചിട്ട് ഇന്ന് വരെ അവിടെ UDF ജയിച്ചിട്ടില്ല. അവിടെ LDFന്റെ കോട്ടയാണ്. LDFന്റെ ആര് നിന്നാലും ജയിക്കുന്ന വലിയൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ആ മണ്ഡലത്തെ സന്ദീപ് വാര്യർ വിറപ്പിക്കുകയാണ്. ചെങ്കോട്ടയെ തകർത്ത് തരിപ്പണമാക്കി സന്ദീപ് വാര്യർ ജയിക്കുന്നത് ലോകം തന്നെ അത്ഭുതത്തോടു കൂടി കാണുകയാണ്. അതായത് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. സന്ദീപ് വാര്യരെ എന്തിനാണ് തൃക്കരിപ്പൂരിൽ മത്സരിപ്പിച്ചത്? അതായത് സന്ദീപ് വാര്യർ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് തോറ്റു കഴിഞ്ഞാൽ അത് സന്ദീപ് വാര്യർക്ക് വലിയ കനത്ത തിരിച്ചടിയാവും. കാരണം അദ്ദേഹം BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കും. അദ്ദേഹം പാലക്കാടിലായിരുന്നു മത്സരിക്കേണ്ടത്. VD സതീശനൊക്കെ ഇടപെട്ടിട്ടാണ് പാലക്കാടിൽ സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കണ്ട എന്ന് പറഞ്ഞത്. അതിന്റെ പ്രധാന കാരണം, അതായത് പാലക്കാടിലെങ്ങാനും സന്ദീപ് വാര്യർ തോറ്റു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ടാണ് CPMന്റെ വലിയൊരു കോട്ടയിൽ സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കിയത്. കാരണം അവിടെ തോറ്റു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം, ആ മണ്ഡലം രൂപീകരിച്ച്, ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്, അങ്ങനെ ആ മണ്ഡലം എന്ന് രൂപീകരിച്ചു അന്ന് മുതൽ അവിടെ CPM ആണ് ജയിക്കുന്നത്. CPMന്റെ വലിയൊരു ചെങ്കോട്ടയാണ് അത്. അവിടെ ആ ഒരു മണ്ഡലത്തിൽ ആര് നിന്നാലും, നിങ്ങൾ നിന്നാലും ഞാൻ നിന്നാലും, CPMൽ നമ്മൾ ആരും അവിടെ മത്സരിക്കുകയാണെങ്കിലും പൊന്നു മനുഷ്യന്മാരെ അവിടെ ജയിക്കുന്നത് LDFകാരാണ്. അങ്ങനെയുള്ള മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ തോറ്റു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, സന്ദീപ് വാര്യരുടെ കരിയറിൻ ബാധിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് വാര്യരെ ഈ പറയുന്ന തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. നോക്കൂ നിങ്ങൾ, അവിടെയുള്ള മുസ്തഫയെ വിറപ്പിച്ചുകൊണ്ട്, ചെങ്കോട്ടയെ വിറപ്പിച്ചുകൊണ്ട്, ലോകം തന്നെ ഞെട്ടിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ അവിടെ ജയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ VD സതീശൻ തന്നെ ഷോക്കാണ്, ഇതെങ്ങനെ സാധിച്ചു എന്ന്. രമേശ് ചെന്നിത്തല തന്നെ ഞെട്ടുകയാണ്, ഇതെങ്ങനെ സന്ദീപിനെ കൊണ്ട് സാധിച്ചു എന്ന്. ഞാൻ ഇന്നലെ വരെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ജയിക്കുമെന്ന് അവിടുത്തെ വലിയ വലിയ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട്, അതായത് അവിടുത്തെ എക്സിറ്റ് പൂളൊക്കെ ക്ലിയറായി കൃത്യമായിട്ട് പഠിച്ചിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ നിരന്തരം പറഞ്ഞു അവിടെ സന്ദീപ് വാര്യർ ജയിക്കുമെന്ന്. അപ്പോൾ എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടാണ് കുറെ പേര് രംഗത്ത് വന്നത്. നിനക്ക് ഭ്രാന്താണ്, മെയ് 4-ാം തീയതിക്ക് നീ ഇവിടെ തന്നെ കാണണം, അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ചിലർ രംഗത്ത് വന്നത്, എന്നെ തെറി വിളിച്ചിട്ടാണ് രംഗത്ത് വന്നത്. അവരോട് പറയുകയാണ്, ചെങ്കോട്ട തകർന്ന് തരിപ്പണമാക്കി സന്ദീപ് വാര്യർ, നിങ്ങൾ എവിടെയാണ്? അതായത് ആ ചെങ്കോട്ടയിൽ 30,000-വും 40,000 വരുന്ന ഭൂരിപക്ഷത്തിലാണ് എല്ലാ വർഷവും ഇലക്ഷൻ സമയത്ത് അവിടെ ഈ പറയുന്ന LDF ജയിക്കുന്നത്. ഇത്തവണ ചെറിയ ഭൂരിപക്ഷത്തിൽ 1900 വരുന്ന ഭൂരിപക്ഷത്തിലാണ് സന്ദീപ് വാര്യർ ജയിച്ചത്. നോക്കൂ നിങ്ങൾ, 50,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന LDFന്റെ ചെങ്കോട്ടയാണ് ഇവിടെ സന്ദീപ് വാര്യർ തകർത്ത് തരിപ്പണമാക്കിയത്. MV. ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് അതിലേക്കൊക്കെ കടക്കാം. അതിനുശേഷം നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാടിൽ രമേശ് പിഷാരടി ജയിക്കും, അവിടെ ഒരു ഇതുമില്ല. കുറെ പേര് പറഞ്ഞത് അവിടെ ഇഞ്ചോടിഞ്ച് മത്സരമാണ്, ശോഭാ സുരേന്ദ്രൻ ജയിക്കും, ശോഭ അമ്മയാണ്, മറ്റതാണ് മറിച്ചതാണ്, അവിടെ ഈ പറയുന്ന നമ്മുടെ രമേശ് പിഷാരടി ജയിക്കൂല എന്നാണ് കുറെ പേര് പറഞ്ഞത്. എന്റെ പ്രഡിക്ഷനിൽ ഞാൻ ഉറപ്പായിട്ടും 2-3 വീഡിയോ ഇട്ട് പറഞ്ഞു അവിടെ ജയിക്കാൻ പോകുന്നത് രമേശ് പിഷാരടിയാണെന്ന്. അപ്പോ എന്റെ കമന്റ് ബോക്സിൽ നീ രാഹുൽ മാങ്കുളത്തിന്റെ ആളാണ്, നീ മറ്റവനാണ്, നീ മറിച്ചവനാണ്, അവിടെ ജയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ്. എനിക്ക് പേഴ്സണലി എന്തൊക്കെ തെറി വിളിച്ചു ചിലർ. ശോഭ അമ്മ തോൽക്കൂന്ന് പറയാൻ നീ ആരും ചിലർ ചോദിച്ചു. എന്തൊക്കെ ഇൻബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ എവിടെയാണ്? എല്ലാവരും പറഞ്ഞത്, മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞത് രമേശ് പിഷാരടി ജയിക്കുന്നെങ്കിലും 500 അല്ലെങ്കിൽ 400 300 വോട്ടിനാണ് അവർ രമേശ് പിഷാരടി ജയിക്കാൻ പോകുന്നതെന്നാണ് ചിലർ പറഞ്ഞത്. എന്തായി? റെക്കോർഡ് ഭൂരിപക്ഷത്തിലല്ലേ രമേശ് പിഷാരടി ജയിച്ചത്. നിങ്ങൾ തന്നെ നോക്കണം പൊന്നുമനുഷ്യന്മാരെ. ഞാനൊക്കെ വെറുതെ എല്ലാ പ്രഡിക്ഷൻ ഇടുന്നത് പഠിച്ചിട്ടാണ്. ആ മണ്ഡലത്തിലെ അതായത് ഞാനൊരു പ്രഡിക്ഷൻ ഇടുമ്പോൾ ഇപ്പൊ പാലക്കാടിലെ കോൺഗ്രസ്സുകാരോടും സംസാരിക്കും, BJPക്കാരോടും സംസാരിക്കും, CPMകാരോടും സംസാരിക്കും. അതിനുശേഷം അവരുടെ കയ്യിലുള്ള ചില രേഖകൾ, അതായത് ആർക്കൊക്കെ വോട്ടിട്ടു എന്ന് പറയുന്ന അവരുടെ ആയിട്ടുള്ള ചില രേഖകൾ നമ്മൾ മേടിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ നടക്കുന്നത്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മഞ്ചേശ്വരം കൂടി ചെറിയ രീതിയിൽ ചർച്ച ചെയ്തിട്ട് എവിടെയാണ് CPM പാളയെന്ന് പറയാം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. 33,000 വരുന്ന ഭൂരിപക്ഷത്തിലാണ് അവിടെ AK മസ്റഫ് ജയിക്കുന്നത്. എന്താണ് എല്ലാ പ്രഡിക്ഷനും പറഞ്ഞത്, ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് അവിടെ K സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. എന്റെ എക്സിറ്റ് പോളിൽ ഞാൻ പറഞ്ഞത് അവിടെ AK മസ്റഫ് ജയിക്കും, പക്ഷേ 1000-ൽ താഴെ വരുന്ന ഭൂരിപക്ഷത്തിൽ AK ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, 33,000 വരുന്ന ഭൂരിപക്ഷത്തിലാണ് AK മസ്റഫ് ജയിച്ചത്. എന്താണിത്? ലോകം തന്നെ ഞെട്ടുകയാണ്. മഞ്ചേശ്വരം പോലുള്ള മണ്ഡലത്തിൽ ഇങ്ങനെയാണോ? നോക്കൂ നിങ്ങൾ, BJP 3 സീറ്റ് നേടി. ഒരിടത്ത്, അതായത് കയക്കൂട്ടത്ത് വെറും 20 വോട്ടിനാണ് ജയിച്ചത് മുരളി. ഓക്കെ, നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതും അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരും 50 സീറ്റ് നേടുന്നു പറഞ്ഞിട്ടാണ് മത്സരത്തിന് ഇറങ്ങിയത്. 3 സീറ്റ് അവർക്കും കിട്ടി. നല്ലോണം അധ്വാനിച്ചിട്ടാണ് സീറ്റ് കിട്ടിയത്. ഓക്കെ, അതിനൊന്നും ഞാനൊന്നും കുറ്റമൊന്നും പറയുന്നില്ല. എവിടെയാണ് CPM പാളിയത്? ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യാം. നോക്കൂ നിങ്ങൾ, പിണറായി വിജയന്റെ വൃത്തികെട്ട പ്രകടനം. ഞാൻ പിണറായി വിജയനെ വിമർശിക്കുന്നതല്ല, അദ്ദേഹം തോറ്റു പണ്ടാരമടങ്ങി. ഇനി അദ്ദേഹത്തെ വിമർശിച്ചിട്ട് കാര്യമില്ല. CPM എന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. ഇവിടെ മത്സരം CPM-ഉം UDF-ഉം തമ്മിലാവണം. അതായത് LDF-ഉം UDF-ഉം തമ്മിൽ ഇവിടെ മത്സരിക്കണം. അങ്ങനെ പറയണം, മാറി മറിയണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, CPM എന്ന പ്രസ്താവന ഇനിയും ഇവിടെ തിരിച്ചു വരണം. അത് എവിടെയാണ് ഇവിടെ CPM പാളിയത്? നോക്കൂ നിങ്ങൾ, മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പറയുന്ന പിണറായി വിജയന്റെ കഴിഞ്ഞു പോയ 5 വർഷം. മൊത്തത്തിൽ പിണറായി വിജയൻ 10 വർഷം കേരളം ഭരിച്ചു. ആദ്യത്തെ 5 വർഷം നിപ വൈറസ് വന്നു, പ്രളയം വന്നു, അങ്ങനെയൊക്കെ ആയി തട്ടിമുട്ടി പോയി. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. പിണറായി വിജയൻ പ്രളയത്തിൽ പോലും പൈസ മുക്കി, കോവിഡ് സമയത്തും പൈസ മുക്കി, നിപ വൈറസ് വന്നപ്പോൾ പൈസ മുക്കി. പിന്നീട് പാവങ്ങൾക്ക് എല്ലാവർക്കും ഒരു കിറ്റ് കൊടുത്തിട്ട് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണ്. രണ്ടാമത് പിണറായി വിജയൻ എന്ത് ചെയ്തു? വയനാട്ടിലെ പാവങ്ങളെ, നമ്മളെന്തായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം പൊന്നു മനുഷ്യന്മാരെ. വയനാട്ടിലെ പാവങ്ങൾ നമ്മളെപ്പോലെ കിടന്നുറങ്ങിയവരാണ്. ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാവരും മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് മരണപ്പെടുകയാണ്. അവരിൽ ചിലർ, അതായത് ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 8 പേർ മരണപ്പെട്ടു, 2 പേർ ബാക്കിയായി. അവർക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും പൈസ അയച്ചു കൊടുത്തു പിണറായി വിജയന്. ആ പൈസ മുക്കാൻ എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ പിണറായി വിജയൻ? ദൈവമെന്ന മഹാശക്തി ഉണ്ട്, അതിന്റെ ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ എന്തിനു വേണം? അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, അയ്യപ്പനെ വിശ്വസിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, എന്തെന്നിരിക്കട്ടെ, ഭൂരിപക്ഷം ആൾക്കാർ അയ്യപ്പനെ വിശ്വസിക്കുന്നവരാണ്. ആ അയ്യപ്പന്റെ സ്വർണം കക്കാൻ എങ്ങനെയാണ് പിണറായി വിജയന് ധൈര്യം വന്നത്? നോക്കൂ നിങ്ങൾ, സ്വർണം കട്ടിട്ട് സ്വർണത്തിന്റെ പോലെ ചെമ്പാക്കി അവിടെ കൊണ്ടുവെക്കുകയാണ്. ഇതിനൊക്കെ ദൈവം നിങ്ങളോട് ചോദിക്കൂലേ? അപ്പോ ഞാൻ വിഷയത്തിലേക്കൊന്നെല്ലാം വരാം. ഒരൊറ്റ കാര്യം പറയുകയാണ്, CPM പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇനി CPM ചെയ്യേണ്ടത്, MV ഗോവിന്ദ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, യുവാക്കൾ P സരീനെ പോലെയുള്ള, ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള നിങ്ങളുടെ നേതാക്കൾ, തോറ്റവരെയും ജയിച്ചവരെയും എല്ലാവരെയും വിളിച്ചു വരുത്താം. 50 ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തിയിട്ട് പുതിയ ഒരു സംവിധാനം കൊണ്ടുവരണം. നിങ്ങൾ കോൺഗ്രസിലേക്ക് നോക്കൂ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂടത്തിൽ, രമേശ് ചെന്നിത്തല, KS മുരളീധരൻ, ഇങ്ങനെ തുടങ്ങിയ K സുധാകരൻ തുടങ്ങിയ KC വേണുഗോപാൽ, എത്ര നേതാക്കളാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. നേരെ മറിച്ചിട്ട് ഈ പറയുന്ന CPM-ൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ തന്നെ പറയണം. CPM-കാർ ആരെങ്കിലും ഉണ്ടോ? പിണറായി വിജയൻ കഴിഞ്ഞാൽ തീർന്നു. പിണറായി വിജയൻ എങ്ങാനും മരണപ്പെട്ടാൽ പിന്നെ ആരാണ് പിൻഗാമി? ഇല്ല. മരണം ഇപ്പം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കാനുള്ളതാണ്. അപ്പോ ഒരു പിൻഗാമിയെ, രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഒരു പിൻഗാമി വേണം. ഇപ്പൊ ക്രിക്കറ്റിൽ ഈ പറയുന്ന വിരാട് കോഹ്ലിയുടെ പിൻഗാമി ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 150 ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു പിൻഗാമി വേണം. ഇവിടെ പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഇല്ല, തീർന്നു, സ്വാഹ. ഒരാളെങ്കിലും ഉണ്ടോ ഇപ്പോ ഈ പറയുന്ന LDF-ൽ നല്ലൊരു മന്ത്രി എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പോ MV ഗോവിന്ദനോട് ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, പൊന്നു MV ഗോവിന്ദ, നിങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തിരി നല്ല ആ ഒരു കിളവന്മാരൊക്കെ ഒഴിവാക്കിയിട്ട്, കിളവന്മാർ ഞാൻ ചെറുതാക്കുന്നതല്ല, അവർക്ക് സ്ഥാനം കൊടുക്കണം, പക്ഷെ പിൻഗാമികളെ റെഡിയാക്കണം. അന്നെങ്കിലും നിങ്ങളുടെ പാർട്ടി ഇത്തിരിയെങ്കിലും പച്ച പിടിക്കും മിസ്റ്റർ. ഇന്ന് MV ഗോവിന്ദൻ പറയുകയാണ്, ഞാനെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്, ഞാനെല്ലാം നോക്കുന്നുണ്ട്, ഞാനെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്, മറ്റോ ചെയ്യുന്നുണ്ട്, മറിച്ച് ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.